ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകാൻ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ എന്ന പേരിൽ കെ സുധാകരൻ കൊച്ചിയിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പങ്കെടുത്ത് നിരവധി ഗുണ്ടകൾ AKG സെന്റർ ആക്രമണ കേസിലെ രണ്ടാം പ്രതി സുഹൈൽ ഷാജഹാനാണ് യോഗത്തിന് നേതൃത്വം നൽകിയത്. കള്ളത്തോക്ക് വിൽപ്പനയ്ക്ക് ശ്രമിച്ച കേസിലെ പ്രതികളടക്കം യോഗത്തിൽ പങ്കെടുത്തു. കൊച്ചിയിൽ നടന്ന യോഗത്തിന് നേതൃത്വം നൽകിയതും കുപ്രസിദ്ധ ഗുണ്ടകളാണ്. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ ഉപയോഗിച്ച് ലഹരി മാഫിയയെ തകർക്കുക തന്റെ ലക്ഷ്യമെന്ന് കെ സുധാകരൻ യോഗത്തിൽ പറഞ്ഞു. കുപ്രസിദ്ധ ഗുണ്ടകൾ യോഗത്തിനെത്തിയ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളം പുറത്തുവിടും. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, എന്തായാലും ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ എന്ന് പറഞ്ഞപ്പോൾ ഗുണ്ടകൾ എത്തും എന്നുള്ളത് എന്തായാലും ആരും പ്രതീക്ഷിച്ചു കാണില്ല. എന്തായാലും ആരൊക്കെയാണ്, ഏതൊക്കെ ഗുണ്ടകളാണ് എത്തിയത്? ഇവരൊക്കെ ഗുണ്ടകളാണ് എന്ന് കെ സുധാകരനും അറിയാമോ? എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെയാണ് സുധാകരൻ പ്രതീക്ഷിച്ചത്. പ്രത്യേകിച്ചും ലഹരി മാഫിയക്കെതിരെ പോരാടാൻ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ വേണം എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും നിരവധി യുവാക്കൾ ആ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയതിലേറെയും ഗുണ്ട പശ്ചാത്തലമുള്ള ആളുകളായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളെ പ്രതികൾ അടക്കമുള്ള ആളുകളാണ് അവിടെ ആ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത്. ഒന്ന്, ഈ യോഗം നിയന്ത്രിച്ചിരുന്നത് അല്ലെങ്കിൽ യോഗത്തിന് നേതൃത്വം കൊടുത്തിരുന്നതാകട്ടെ AKG സെന്റർ ആക്രമണ കേസിലെ മുഖ്യപ്രതി അല്ലെങ്കിൽ രണ്ടാം പ്രതിയായിട്ടുള്ള സുഹൈലാണ്. സുഹൈലിന്റെ നേതൃത്വത്തിലാണ് ഈ യോഗം നടന്നത്. മാത്രമല്ല, സുഹൈൽ ഷാജഹാനെ കൂടാതെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ ആ യോഗത്തിലുണ്ടായിരുന്നു. കള്ളത്തോക്ക് വിൽപ്പന നടത്താൻ ശ്രമിച്ച കേസിലെ അടക്കം പ്രതികൾ ആ യോഗത്തിലുണ്ടായിരുന്നു. എന്തായാലും ഇവരെയൊക്കെ നിയന്ത്രിച്ചിരുന്ന ആളുകൾ അവർ പറയുന്നത്, ഞങ്ങൾ ഈ ഗുണ്ടകളെയൊക്കെ വഴിമാറ്റി മറ്റൊരു രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഇതിലൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ആരിസ് മട്ടാഞ്ചേരി അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഗുണ്ടകളെയൊക്കെ വഴിമാറ്റി മറ്റൊരു രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അതിന് സുധാകരന്റെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്തു. ഓപ്പറേഷൻ തൂഫാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നതോടെ പോലീസിന് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുക, പോലീസിനെ സഹായിക്കുക, ലഹരി മാഫിയയെ വേരോടുകൂടി ഇല്ലാതെയാക്കുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ വിളിച്ചു ചേർത്ത യോഗത്തിൽ വന്നതാകട്ടെ 100-ലധികം ഗുണ്ടകളാണ് എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. കെ സുധാകരൻ അവരോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ വേണം, നിങ്ങളായിരിക്കണം ഇനി കേരളത്തിന്റെ ശബ്ദം, നിങ്ങളായിരിക്കണം ഭാവിയുടെ ശബ്ദം എന്നെല്ലാമാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇതറിയണമെന്നില്ല. എന്നാലും അതിന് യോഗത്തിന് ശേഷം അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. സ്വാതി. ശരി സഹിൻ.